ബൈനറി നമ്പറിൻ്റെ അഡീഷനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ് ബൈനറി അഡീഷൻ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് റൂളുകൾ നോക്കാം. നമ്മൾ ബൈനറി നമ്പറിൽ 0+0 നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുക. അതേപോലെ 0+1 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. 1+0 ചെയ്താൽ 1 കിട്ടും. 1+1 ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ 1 നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ക്യാരി ചെയ്യണം. ഓക്കെ, ഇനി 1+1+1 ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1010 + 1110 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഒരേ ലൈൻ വരച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. നമുക്ക് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈൻ വരച്ചിട്ട് ഓരോ നമ്പേഴ്സിന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൂൾസ് വെച്ച് നോക്കാം. 0+0 നമുക്ക് ആൻസർ 0 കിട്ടും. അപ്പോൾ ഞാൻ 0 ആഡ് ചെയ്ത് 1+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 ആണ് കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 നമ്മൾ ക്യാരി ചെയ്തിട്ട് മുകളിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു 1 എഴുതി കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ റിസൾട്ടിൽ എങ്ങനെ ആവും? അതായത് 1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫലത്തിൽ 1+1 ആഡ് ചെയ്യുന്ന പോലെയാവും. കാരണം 1+0+1 ആണ്. അപ്പോൾ 1+1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 കിട്ടും. അതിൻ്റെ കൂടെ തന്നെ എന്ത് കിട്ടണം? 1 ക്യാരി ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. ഇനി ഇവിടെ 1 ക്യാരി ചെയ്ത് 1 ഉണ്ട്, പിന്നെ ഓൾറെഡി ഉള്ള 2 ഒന്നുകളും കൂടി ഉണ്ട്. അപ്പോൾ 1+1+1 3 ഒന്നുകളാണ് വരുന്നത്. അപ്പോൾ 1+1+1ൻ്റെ ആൻസർ നമുക്ക് 1 തന്നെയാണ് കിട്ടുക. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ക്യാരി ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റേജിലില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടത് സൈഡിൽ തന്നെ ആ 1 കൂടി എഴുതി കൊടുക്കും. അപ്പോൾ നമ്മൾ ആൻസർ 11000 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മളെ ചെയ്ത ആൻസർ ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് ഇതേപോലെ 1 2 4 8 16 1 2 4 8 16 ഈ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ 2ൻ്റെ പവറാണ്. അതായത് 2⁻0ൻ്റെ ആൻസർ, 2⁻1ൻ്റെ ആൻസർ, 2⁻2ൻ്റെ ആൻസർ, 2⁻3ൻ്റെ ആൻസർ, 2⁻4ൻ്റെ ആൻസർ. അതാണ് 1 2 4 8 16 എന്ന് എഴുതിയിരിക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതാം. എത്ര നമ്പർ ഉണ്ട് അത്രയും തവണ എഴുതാം. നമ്മളിവിടെ ഇതിൽ 0 നമ്മൾ പരിഗണിക്കില്ല. അപ്പോൾ ഫസ്റ്റത്തേൽ 10 10 2 0 നമ്മൾ ഒഴിവാക്കുന്നത്. 1ൻ്റെ മുകളിലെ നമ്പർ 2ഉം 8ഉം ആണ്. അപ്പോൾ 8ഉം 2ഉം നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതി. ഇനി അടുത്ത 1110 ഇതിൽ ഒരു 0 ഉള്ളൂ. അപ്പോൾ ആ 0ൻ്റെ മുകളിൽ നമ്പർ നമുക്ക് ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള 1ൻ്റെ മുകളിൽ 2 4 8 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 14 കിട്ടും. അപ്പം 10ഉം 14ഉം കൂട്ടിക്കഴിഞ്ഞാൽ 24 എന്ന് കിട്ടി. ഇനി നമുക്ക് ബൈനറി നമ്പർ കൂട്ടിയിട്ട് കിട്ടിയ ആൻസർ നോക്കാം. 11000 ആണ്. അപ്പോൾ 3 0 ഉണ്ട്. 3 0 നമ്മൾ ആവശ്യമില്ല. ഇനിയുള്ളത് 2 1 ആണ്. അപ്പോൾ 1ൻ്റെ മുകളിലെ നമ്പർ 16ഉം 8ഉം 16ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 24. അപ്പോൾ ഇവിടെയും 24 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പോയിൻ്റൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. 1001.011 0100.110 ഇതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാറിപ്പോകുന്നതിന് വേണ്ടി നമ്പറിനെ ലൈൻ വരച്ചങ്ങ് സെപ്പറേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ എടുത്ത് എഴുതുക, ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യുക. നമുക്ക് റൂള് നോക്കുക. റൂള് നോക്കുമ്പോൾ ഈ റൂളുകൾ കാണാതെ പഠിക്കണം. ഈസിയാണ് കാണാതെ പഠിക്കാൻ. 1 1ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. ഇവിടെ 1 1 കൂട്ടിക്കഴിഞ്ഞാൽ 0. 0 മാത്രമല്ല 1 നമ്മൾ ക്യാരി ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം
സീറോയും 1 ആണ്. അപ്പോൾ ഫലത്തിൽ 1 + 1 ആണ്. അപ്പോൾ 1 + 1ൻ്റെ ആൻസർ 0 ആണ്. 1 ക്യാരി ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെയും 1 1 0 ആണ്. അപ്പോൾ 1 1 ആഡ് ചെയ്തിട്ട് 0 കിട്ടും. ഇത് 1നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ക്യാരി ചെയ്യും. ഇവിടെ 1 0 0 ആണ്. അപ്പോൾ 1 + 0 ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ ഇനി ഇവിടെ 0 + 1ൻ്റെ ആൻസർ 1. ഇനി 1 + 0ൻ്റെ ആൻസർ 1. അപ്പോൾ നമ്മളെ ആൻസർ 1 1 1 0.001. പോയിൻ്റ് സെയിം ലൈനിൽ തന്നെ ഇറക്കി എഴുതി കൊടുത്താൽ മതി. നമുക്കൊരു PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 0 1 0 0 + 1 0 1 0. ആദ്യം തന്നെ നമ്മൾ ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ്. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ലൈനൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 0 + 0 ആഡ് ചെയ്താൽ എന്താണ് 0. 0 + 1 ആഡ് ചെയ്താൽ 1. 1 + 0 ചെയ്താൽ 1. 0 + 1 ചെയ്താൽ 1. ഇവിടെ ഒരു 1 ആണ് ബാക്കിയുള്ളത്. നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ട് എഴുതുക. നമ്മളെ ആൻസർ 1 1 1 1 0 എന്ന് കിട്ടി. നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ 1 + 1 ആണ് ആഡ് ചെയ്യേണ്ടത്. 1 + 1 ആഡ് ചെയ്താൽ നമുക്കെന്താ ആൻസർ 0 കിട്ടും. അതിൻ്റെ കൂടെ 1 ക്യാരി ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ ഇവിടെ 1ഉം 0യും 0 ആണ്. അപ്പോൾ 1 + 0 ചെയ്താൽ മതി. 1 + 0ൻ്റെ ആൻസർ 1 ആണ്. ഓക്കെ, ഇനി 1 + 0ൻ്റെ ആൻസർ 1 ആണ്. 0 + 1ൻ്റെ ആൻസർ 1. അപ്പോൾ നമ്മളെ ആൻസർ 1 1 1 0 ആണ്. നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യനിൽ 0 + 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 0 + 1 ചെയ്താൽ ആൻസർ 1. അതുപോലെ 1 + 0 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1. ഇനി 1 + 1 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. 1 ക്യാരി ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ 1 + 1 + 1 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ആണ്. അതിൻ്റെ കൂടെ ഒരു 1 ക്യാരി ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ വേറെ നമ്പറില്ല. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ നമ്പർ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ 1 1 0 1 1 0. അപ്പോൾ 1 1 1 + 1 0 1. 1 1 ആഡ് ചെയ്താൽ 0 കിട്ടും. 1 നമ്മൾ ക്യാരി ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 1 0 ആണ്. അപ്പോൾ 1 1 ആഡ് ചെയ്താൽ മതി. 1 + 1 0 ആണ്. 1 ക്യാരി ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 + 1 + 1 ആണ്. അപ്പോൾ എൻ്റെ ആൻസർ 1 ആണ്. 1 ക്യാരി ചെയ്യണം. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. അപ്പോൾ 1 1 0 0 ആണ് നമ്മുടെ ആൻസർ.